നമസ്കാരം ശ്രീ ബേബി, ഗുഡ് മോർണിംഗ്. നമ്മൾ അന്ന് പറഞ്ഞതെല്ലാം ശരിയാണ് എന്നത് ബോധ്യമാവുന്നതാണ് ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അല്ലേ? നമ്മള് ഇപ്പൊ അവരിപ്പോ ഞങ്ങൾ ഇന്നലെ കമ്മീഷന്റെ മുമ്പിൽ പോയായിരുന്നു, പട്ടേരി കമ്മീഷന്റെ. ഓ അപ്പൊ അദ്ദേഹം പറയുന്നത് പിന്നെ നമ്മളെ കയ്യിലാ തെറ്റ്, നിങ്ങളിത് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്തായിരുന്നാ ചോദിക്കുന്നത്. ഒരു ജീവൻ വെച്ചല്ലേ കളിച്ച്, എന്തിനാ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നാ ചോദിച്ചത്. അത് ശരി. ഈ ഇന്നലെ പോയ കമ്മീഷനിൽ പോയപ്പോഴോ? പട്ടേരി കമ്മീഷനിൽ പോയപ്പോ ഓ അത് ശരി. പട്ടേരിയുടെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, അതിന്റെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു കൊല്ലത്ത് കളക്ടറേറ്റ് വെച്ച്. ഓ അത് ശരി. അതെന്താണ് ഇത്രയും സർക്കാർ സംവിധാനങ്ങൾ തുറന്നു വെച്ചിട്ട് കൊല്ലം ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി, CHC വിടാം, അതൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. പക്ഷെ ജില്ലാ ആശുപത്രിയിലും ഇപ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ട് വരുന്നത് ജില്ലാ ആശുപത്രിയിലും വീഴ്ച വരുത്തി എന്നുള്ളതാണ്. നമ്പർ 1 ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ നമ്മൾ പരസ്യം കാണുന്നത്, അങ്ങനെയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. സാധാരണക്കാർക്ക് ഇതാവേണ്ടത് മെഡിക്കൽ കോളേജ് അല്ലേ? അതെ. നമുക്കത് പ്രൈവറ്റ് കൊടുക്കാൻ നമ്മുടെ 1-2 ലക്ഷം രൂപ ഉണ്ടോ അന്നേരം തന്നെ എടുക്കാൻ? അപ്പം അവരും പറയുന്നത് അങ്ങനെ. അപ്പൊ അവരൊരു 10-20 പേജുള്ള റിപ്പോർട്ട് അവർ കൊടുത്തിട്ട് പോയി. അപ്പൊ അവര് രാവിലെ ഞങ്ങളെ വിളിച്ചത് 5:30. ഓ ശരി. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്, വല്ലതും പറഞ്ഞോ അവര്? റിപ്പോർട്ടിൽ പറയുന്നത് അവർക്ക് ഒരു വീഴ്ച പറ്റിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വിദഗ്ധ സമിതിയല്ലേ, അതായത് ആശുപത്രി മാനേജ്മെന്റ് വിദഗ്ധ സമിതിയുടെ മാനേജ്മെന്റ് റിപ്പോർട്ടാ തന്നേക്കുന്നത്. നമുക്ക് ഇവിടെ വന്നപ്പോ ചവറ വന്നവർ മൊഴിയെടുത്തില്ലേ, അവരാണ് ആ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ. ആ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നു. എന്നാൽ SC കമ്മീഷനിൽ പോകുന്ന സമയത്ത് അവര് തെറ്റ് നമ്മുടെ ഭാഗത്താണെന്ന് മറ്റിൽ സംസാരിക്കുന്നു അല്ലേ? നമുക്ക് ഇല്ല, നമ്മുടെ ഇല്ല ഇതാന്നാ പറയുന്നത്. അപ്പൊ ആ കമ്മീഷനും പറയുന്നത് പിന്നെ നിങ്ങളുടെ ഇല്ല തെറ്റ്. അപ്പൊ അദ്ദേഹം തമാശയൊക്കെ അത് പറഞ്ഞതറിയത്തില്ല. നിങ്ങൾ എന്തിനാ ഗവൺമെന്റ് ആശുപത്രി പിന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി നിങ്ങൾ പ്രൈവറ്റ് കൊണ്ടുവന്ന എന്താന്നാ ചോദിച്ചത്. എന്താ പറയാ. ഒരു കാര്യം കൂടി സി ബേബി, മക്കളുടെ കാര്യത്തിൽ പറഞ്ഞിരുന്ന ആ സഹായങ്ങളൊക്കെ കിട്ടിയോ? കാര്യത്തിൽ അവിടെ മക്കളുടെ കാര്യത്തിന് ഷിബു ഞാൻ പറഞ്ഞായിരുന്നു പഠന ചെലവ് ഏറ്റെടുക്കാന്ന്. വേറെ എന്തെങ്കിലും സഹായം കിട്ടിയിരുന്നോ? സഹായവും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്താ അവസ്ഥ വേണുവിന്റെ വൈഫിന്റെയും കുട്ടികളുടെയൊക്കെ? അവര് സാധാരണ രീതിയിൽ ജീവിച്ചു പോവാ, എന്താ ചെയ്യാനാന്ന് പറയാ, നമുക്കൊന്നും മനസ്സിലായി വേണു. ബേബി, ഞാൻ അതിനുശേഷം പിന്നീട് സ്പോൺസർഷിപ്പിന് ശേഷം പിന്നെ നമുക്ക് സംസാരിച്ചില്ല, നമുക്ക് അതിനുശേഷം ഒന്ന് സംസാരിക്കാം. താങ്ക് യു ബേബി. ഓക്കെ. താങ്ക് യു.